ആകാശവാണി തിരുവനന്തപുരം, ആലപ്പുഴ, കവരത്തി. സകല നന്മ സ്വരൂപന സർവേശ്വര. സമയം 6 മണി. എല്ലാവരും നല്ല ഉറക്കം. എൻ്റെ ഇന്നത്തെ ഈ ദിവസത്തിലേക്ക് ഇന്ന് ഞാൻ നിങ്ങളെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ് കേട്ടോ. ആദ്യത്തെ എൻ്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് ഇന്നലെ എപ്പോഴോ രാത്രിയിൽ കഴുകി റെഡിയായിട്ടിരിക്കുന്ന എൻ്റെ കിച്ചണിലെ പണിയായുധങ്ങളൊക്കെ എടുത്ത് അതതിൻ്റെ സ്ഥാനത്ത് വയ്ക്കുക എന്നതാണ്. സകല നന്മ സ്വരൂപന സർവേശ്വര. ലോകമായയിൽ ഞങ്ങൾ ആഴ്ന്നിടാതെ ദിവ്യകൽപ്പനകൾ എന്നും കാത്തുപാലിക്കാൻ. അതിനുശേഷം നമ്മുടെ കേരള രുചിയോടുകൂടിയ കുത്തരിച്ചോറ് റൈസ് കുക്കറിൻ്റെ അകത്ത് തിളപ്പിച്ചെടുത്ത് വെക്കുകയാണെങ്കിൽ ആ പണി കഴിയുമല്ലോ. ഇവിടെ പ്രഭാത ഭക്ഷണം ഒരുമിച്ച് കഴിക്കുക എന്ന് പറയുന്നത് സാധാരണ നടക്കാറേ ഇല്ല. അതുകൊണ്ട് തന്നെ ഇന്നും എല്ലാവരും ഇതിൻ്റെ ഇടയ്ക്ക് എഴുന്നേറ്റ് അവർക്ക് താല്പര്യമുള്ള ഭക്ഷണങ്ങൾ കഴിച്ചതിന് ശേഷം പോയി കഴിഞ്ഞു. മോള് മാത്രമേ ഉള്ളൂ ഇനി സ്കൂളിലേക്ക് പോകാനായിട്ടുള്ളത്. ബാക്കി എല്ലാവരും ഇതിനോടകം ജോലി സ്ഥലത്തേക്കും സ്കൂളിലേക്കും പോയി കഴിഞ്ഞു. മോളുടെയും ടിഫിൻ ബോക്സ് റെഡിയാക്കി ഉച്ചയ്ക്ക് മുമ്പ് തന്നെ കഴിക്കാനുള്ളതാണത്. അത് ഉച്ചയാകുമ്പോഴത്തേക്കും വരും. അതിനുള്ള സാധനം റെഡിയായി. മോളും യാത്രയായി. ബായ്. കുഞ്ഞുങ്ങൾ അവരുടെ മുറി എത്ര വൃത്തിയാക്കിയിട്ടാലും എൻ്റെ കൈകളിലൂടെ ചെന്നാലേ അതിനൊരു പെർഫെക്ഷൻ കിട്ടുകയുള്ളൂ എന്നുള്ളൊരു മിഥ്യാധാരണ ഇങ്ങനെ അടക്കി ഭരിക്കുന്നത് കൊണ്ട് കുഞ്ഞുങ്ങൾ ഇറങ്ങിയാൽ ആദ്യം ചെയ്യുന്നത് അവരുടെ മുറിയിൽ കയറി ബെഡൊക്കെ ഒന്നുകൂടി ഒന്ന് ശരിയാക്കി ഇടുക, അതല്ലെങ്കിൽ എവിടെയെങ്കിലും പേപ്പർ കഷ്ണമോ എന്തെങ്കിലും കിടപ്പുണ്ടോ എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. നമ്മുടെ ഒരു സ്വന്തം സംതൃപ്തിക്ക് വേണ്ടിയിട്ട് എല്ലാ മുറികളിൽ കൂടെയും കയറി ഇറങ്ങിയാലേ ഒരു സമാധാനമുള്ളൂ. അതുകൊണ്ട് അങ്ങനെ ചെയ്യുകയാണ് ആദ്യത്തെ പരിപാടി. പിന്നെ നമ്മുടെ മുറികൾക്കകം അടിക്കാൻ ഏറ്റവും പറ്റിയ സമയം വീട്ടിൽ ആരും ഇല്ലാത്തപ്പോഴാണല്ലോ. അതുകൊണ്ട് തന്നെ നേരം വെളുത്ത് എത്രയും പെട്ടെന്ന് അത് ചെയ്യാൻ സാധിക്കുമോ അത്രയും പെട്ടെന്ന് ചെയ്യുവാണെങ്കിൽ ഈ പറഞ്ഞതുപോലെ നമുക്ക് ഒരു സന്തോഷം. വീട്ടിലിരിക്കുമ്പോഴും നല്ല വൃത്തിയുള്ള വീടാണല്ലോ, അല്ലെങ്കിൽ എല്ലായിടത്തും ഒരു അടുക്കിപ്പറിക്കുകയാണ് ഇരിക്കുന്നതെങ്കിൽ നമുക്ക് ആ ഒരു ദിവസം തന്നെ തുടങ്ങാനും മുമ്പോട്ട് കൊണ്ടുപോകാൻ ഒരു പ്രത്യേക ഒരു സന്തോഷമാണല്ലോ. അത് കഴിഞ്ഞ് ഉടൻ അടുക്കളയിലേക്ക് പ്രവേശിക്കുകയാണ്. ഉച്ചയ്ക്ക് ചോറ് വേണമെന്ന് കുട്ടികൾക്കും നിർബന്ധമാണ്, ഞങ്ങൾക്കും അത് തന്നെയാണ് ഇഷ്ടം. അപ്പം നമ്മൾ ചോറ് രാവിലെ വെച്ചു, റൈസ് കുക്കറിൽ ഇരിപ്പുണ്ട്. കറി എന്തെങ്കിലും ഉണ്ടാക്കിയാൽ മതി. സാധാരണ ഞാൻ പച്ചക്കറി എല്ലാ ദിവസവും ഉണ്ടാക്കും. പിന്നെ മീൻ, ഇറച്ചി, മുട്ട അതിലേതെങ്കിലും ഒന്നേ സാധാരണ ഉണ്ടാക്കാറുള്ളൂ. പിന്നെ മോരുകറിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചാറ് ഐറ്റവും കൂടെ ഉണ്ടെങ്കിൽ ധാരാളം. അപ്പം ഇന്ന് കറി വെക്കുന്ന മീന് സാൽമൺ ആണ്. പിന്നെ കുറച്ച് ക്യാരറ്റ് തോരൻ, നല്ല കളർഫുള്ളായിട്ടുള്ള ഒരു തോരൻ കറിയും കൂടി ഇരിക്കട്ടെ എന്ന് വെച്ചു. അപ്പോൾ അങ്ങനെ നമ്മുടെ ക്യാരറ്റ് കറി, തോരൻ കറി ഏകദേശം തീർന്നു, റെഡിയായി. തേങ്ങ ഉണക്കപ്പൊടിയാണ് കേട്ടോ ഇട്ടത്.
പിന്നെ മോന് ബ്രോക്കോളി എന്ന് വെച്ചാൽ വലിയ ഇഷ്ടമാണ്. അതുകൊണ്ട് മിക്ക ദിവസങ്ങളും തന്നെ ബ്രോക്കോളി തോരൻ ഉണ്ടാക്കാറുണ്ട്. എന്തെല്ലാം കറികളുണ്ടെങ്കിലും ആ കൂട്ടത്തിൽ ബ്രോക്കോളി തോരനും കൂടെ ഉണ്ടെങ്കിൽ മോന് ഇഷ്ടമായതുകൊണ്ട്. പിന്നെ 5 മിനിറ്റ് കൊണ്ട് വെക്കാവുന്ന പെട്ടെന്നുണ്ടാക്കുന്ന ഒരു മോര് കറിയും കൂടെ. 5 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കുന്നതാണെങ്കിലും അതിനൊരു നല്ല ടേസ്റ്റാണ് കേട്ടോ. ഞങ്ങളുടെ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണത്. അങ്ങനെ ഉച്ചവരെയുള്ള അടുക്കളയിലെ യുദ്ധം അവസാനിച്ചിരിക്കുകയാണ്. ഇനി 12 മണിക്ക് എല്ലാവരും വരുന്നത് വരെ ഞാൻ ഫ്രീ. എല്ലാവരും ഒരുമിച്ച് ഉച്ചഭക്ഷണം കഴിച്ചതിന് ശേഷം ഇവരെയൊക്കെ പറഞ്ഞു വിട്ടിട്ട് നമുക്കൊന്ന് നടക്കാൻ പോവാം. കാരണം പുറത്ത് നല്ല വെയിലാണ് കേട്ടോ. അങ്ങനെ എല്ലാവരും പോയി. ഇനി നമുക്ക് പുറത്തേക്കൊന്ന് പോവാം. മോളുണ്ടാക്കിയ സ്നോമാൻ്റെ ഷേപ്പ് മാറിക്കൊണ്ടിരിക്കുന്നു. വെയിൽ വന്നപ്പോൾ അത് ഉരുകി പോകാൻ തുടങ്ങിയതാണ്. ചവിട്ടി നോക്കിയപ്പോഴേ മനസ്സിലായി കുറുക്കുവഴി എടുത്തത് ഇത്തിരി അപകടം പിടിച്ച സ്ഥലമായിപ്പോയി. നല്ല തെന്നൽ. തിരിച്ച് കയറിയിട്ട് തൊട്ടപ്പുറത്ത് ഇതുപോലെ തന്നെ വേറെ സ്റ്റെപ്പുണ്ട്. ആ സ്റ്റെപ്പ് വഴിയും നമുക്ക് പോകാം. ഒരു 5 മിനിറ്റ് താഴേക്ക് ഇറങ്ങിയാൽ ഒരു വളരെ നല്ല ഒരു സ്റ്റേഡിയം ഉണ്ട്. അപ്പോൾ സമയമില്ലാത്തപ്പോഴൊക്കെ നടക്കാൻ പോകുന്നത് ആ സ്റ്റേഡിയത്തിലാണ്. അതാകുമ്പം ഈ സ്റ്റെപ്പിലൂടെ പോയാൽ മതി. 5 മിനിറ്റ് കൊണ്ട് അപ്പോൾ നമുക്കവിടെ കാണാൻ സാധിക്കും. താഴെ കണ്ടില്ലേ, അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരു അരമണിക്കൂർ ഒന്ന് റൗണ്ട് വെച്ചിട്ട് തിരിച്ചു വരാം. ഇപ്പോൾ മഞ്ഞ് കയ്യിലെടുത്താൽ പഞ്ചസാരത്തടി കയ്യിലെടുത്തതുപോലെയാണ് തോന്നുന്നത്. ഇത്തിരി കട്ടിയായിട്ടുണ്ട്. വിൻ്ററിൽ ഞാൻ കൂടുതൽ നടക്കാൻ ഇഷ്ടപ്പെടുന്നത് ഇവിടെയാണ്. അപ്പോൾ നമുക്ക് ഇവിടെ സ്റ്റേഡിയത്തിനകത്തേക്ക് ഇറങ്ങാൻ ഉള്ള വഴിയായിരുന്നു ഇത്, ചരലൊക്കെ ഇട്ട്. പക്ഷേ ഇപ്പോൾ അത് തെന്നിക്കിടക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് അധികം കുഴപ്പമില്ലാത്ത അങ്ങോട്ടേക്ക് മാറി സൂക്ഷിച്ച് അപ്പുറത്തേക്ക് കടന്നിട്ട് ആ മഞ്ഞിൽ ചവിട്ടി നോക്കിയിട്ട് പോവാം. ഉണ്ടോ, കുഴപ്പമില്ല, ഇത് വലിയ പ്രശ്നമില്ല. അപ്പോൾ ഇതിലൂടെ പോവാം. ഇതിനു മുമ്പ് നമുക്ക് മുമ്പ് വന്നവരും ഇതിലൂടെ പോയതിൻ്റെ കാൽപ്പാട്, ഷൂവിൻ്റെ പാട് കാണാനുണ്ടല്ലേ. ആ സൈഡ് നന്നായിട്ട് തന്നെയാണ് കിടക്കുന്നത്. ഇവിടെ കുഴപ്പമില്ല. ഇപ്പോൾ മഞ്ഞൊക്കെ സൈഡിലേക്ക് മാറ്റിയിട്ടിരിക്കുന്നതാണ്. സ്റ്റേഡിയം നടക്കാനുള്ള ഭാഗം മാറ്റിയിരിക്കുന്നതാണ്. അവിടെ പുല്ലാണ് സാധാരണ, പക്ഷെ ഇപ്പോൾ അവിടെ എല്ലാം മഞ്ഞുകൊണ്ട് മൂടി. അതൊരു വളരെ ഫേമസ് ആയിട്ടുള്ളൊരു മലയാണ് കേട്ടോ. അതിൻ്റെ പേര് പീലാറ്റസ് എന്നാണ്. വളരെ ഭംഗിയാണ് അതിൻ്റെ മുകളിൽ ചെന്നാൽ. ഇത് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു സ്റ്റേഡിയം കൂടിയാണ്. ഇവിടെ എല്ലാ വർഷവും ജൂലൈ മാസത്തിൽ 40-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ള 400ഓളം അത്ലറ്റിക്സുകൾ മത്സരത്തിന് വരാറുണ്ട്. പലതരം മത്സരങ്ങൾ, ട്രാക്ക് ആൻഡ് ഫീൽഡ്, ഓട്ടം ചാട്ടം, അങ്ങനെ പലതരം മത്സരങ്ങൾ ഇവിടെ നടക്കാറുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ വന്നാൽ ടിക്കറ്റ് എടുത്ത് ഈ ഗാലറി ഇരുന്ന് കാണാം. അതല്ലെങ്കിൽ ഇപ്പുറത്ത് സ്റ്റെപ്പുകളുണ്ട്. ആ സ്റ്റെപ്പുകളിൽ നമുക്ക് വെറുതെ വന്നിരുന്ന് കാണുകയും ചെയ്യാം. അത് കഴിഞ്ഞ് മത്സരങ്ങളൊക്കെ കഴിഞ്ഞ് രാത്രിയിൽ എല്ലാ വർഷവും നല്ല വെടിക്കെട്ട് ഒക്കെ കാണാറുണ്ട് ഇവിടെ. അപ്പോൾ നമ്മൾ നടപ്പെല്ലാം കഴിഞ്ഞ് തിരിച്ചെത്തി. വന്ന വഴി തന്നെ പോകാൻ വന്നപ്പോൾ നമ്മുടെ അയൽവക്കംകാരി അവിടെ ഇരിക്കുന്നുണ്ട്. വളരെ സ്ലോ മോഷനിലാണ് അവളുടെ പോക്ക്. നല്ല രസമുണ്ട് കാണാൻ. നമുക്ക് അവളെ കളിപ്പിക്കാൻ സമയമില്ല. കാരണം പിള്ളേരോട് ബട്ടർഫ്ലൈസ് ചേർത്ത കേക്ക് ഉണ്ടാക്കി കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് തിരിച്ച് വീട്ടിൽ ചെന്നിട്ട് കേക്ക് ഉണ്ടാക്കണം. അപ്പോൾ ഇന്നത്തേക്ക് ആവശ്യത്തിനുള്ള വിറ്റാമിൻ ഡി ഒക്കെ കിട്ടിയിട്ടുണ്ട്. ഇനി എനിക്ക് വീട്ടിലൊരു മണി പ്ലാന്റ് ഉണ്ട്. അവക്കും കൂടെ കുറച്ച് വിറ്റാമിൻ ഡി സംഘടിപ്പിച്ച് കൊടുക്കണം. അത് എനിക്ക് കർട്ടൻ മാറ്റി കൊടുത്താൽ മതി. നന്നായിട്ട് വെയിലടിച്ച് വലിയ ഇഷ്ടമാണ്. അത് നന്നായിട്ട് വളർന്നു വരും അന്നേരം. ഇത് ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ.
ഇന്നത്തെ കേക്ക് തുടങ്ങുകയാണ്. ഇത് വലിയ പണിയൊന്നുമില്ല, കളിപ്പീര് കേക്കാണ് എന്ന് വേണമെങ്കിൽ പറയാം. അത് വെറുതെ ഇതിൻ്റെ അകത്തേക്ക് ഒഴിച്ച് ഓവൻ്റെ അകത്ത് വെച്ച് കൊടുത്താൽ മതി. അരമണിക്കൂർ 35 മിനിറ്റ് കൊണ്ട് റെഡിയാവും. കുട്ടികൾക്കൊക്കെ വലിയ ഇഷ്ടമാണ്. അതുകൊണ്ട് വല്ലപ്പോഴും ഇങ്ങനത്തെ കളിപ്പീര് പരിപാടികളൊക്കെ ഉണ്ട്. അതിന് ഡെക്കറേറ്റ് ചെയ്യാനുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. സാധാരണ പഞ്ചസാര ഉപയോഗം ഞങ്ങൾ കുറവാണെങ്കിലും 4 മണിക്കത്തെ കാപ്പിക്ക് എന്തെങ്കിലും ഒരു കേക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മധുരമുള്ളത് ഉണ്ടെങ്കിൽ എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ 3:30 മോള് എത്തിയിട്ടുണ്ട്. ഞങ്ങൾ രണ്ടുപേരും ഉള്ളൂ. ഞങ്ങൾ പെട്ടെന്ന് ഒരു കാപ്പി കുടിച്ചിട്ട് ഇനി മോളെയും കൊണ്ടൊന്ന് പുറത്തു പോകണം കളിക്കാനായിട്ട്. No. Das sind alles meine Stücke, wo ich geholt habe. Oder? Ja. കൊള്ളാം 4 കഷ്ണം കേക്കായില്ലേ? തണുക്കുന്നുണ്ടാ? പോവാം. Ich habe erst angefangen zu spielen. നോക്കിയ സന്ധ്യ പറയൂട്ടാ. അങ്ങോട്ട് നോക്കി, സൂര്യൻ അസ്തമിച്ചത് കണ്ടോ? സൂര്യൻ അസ്തമിച്ചു. രാത്രി ആവാറായി, നമുക്ക് പോവാം. കുറേ നേരം കളിച്ചില്ലേ? അറിയാൻ മേലഞ്ഞിട്ട് ചോദിക്കുക. ആ കയ്യിലിരിക്കുന്ന സാധനം ഉണ്ടല്ലോ, അവിടെ ഒന്നും കിട്ടാത്ത സാധനം ആയതുകൊണ്ടാണ് കൊണ്ടുപോകുന്നേ. അതും കിട്ടാത്തതുകൊണ്ടാണ് ഇത് പൊതിഞ്ഞ് കെട്ടിക്കൊണ്ട് പോകുന്നേ. എനിക്ക് വയ്യ, എന്താണാവോ ഉദ്ദേശം. വീട്ടിലോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അങ്ങനെ ഇന്നത്തെ കളിയെല്ലാം കഴിഞ്ഞ് പതുക്കെ വീട്ടിലോട്ട് തിരിച്ചിറങ്ങി. എനിക്ക് വയ്യ. ഇവിടെയൊന്നും മഞ്ഞില്ലാഞ്ഞിട്ടാണോ അത് മുകളിൽ നിന്ന് ചോന്നു വന്നേ? ആഹാ, അവിടെ നട്ടു വെക്കുവാണോ? വളരുമോ അത് നാളെ ആകുമ്പോഴത്തേക്കും? അത് ശരി. ഇതൊക്കെ പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളാണല്ലോ. മഞ്ഞ അവിടെ ഇട്ടാൽ വളർന്നു വരും. ഓക്കെ, സമാധാനമായോ? ഓടി വായോ, മമ്മ പോവാ. ആ, നാളെ വന്ന് നോക്കാം എല്ലാം വളർന്നോന്ന്. മതിയിടാ കുട്ടാ, ഓടി വാ. തണുക്കാൻ തുടങ്ങിയേ. വൈകിട്ട് സാധാരണ എന്തെങ്കിലും എളുപ്പപ്പണിയാണ് ഇവിടെ നോക്കാറ്. പ്രത്യേകിച്ച് ഇവിടുത്തെ എന്തെങ്കിലും ഭക്ഷണമാണെങ്കിൽ അധികം സമയം എടുക്കില്ലല്ലോ. പക്ഷെ ഇന്ന് കുറച്ച് കപ്പ വാങ്ങിയത് കൊണ്ട് പച്ചക്കപ്പയും കറിയും കൂടെ ഉണ്ടാക്കാമെന്ന് തീരുമാനിച്ചു. ഇങ്ങനെ പാക്കറ്റിലാണ് ഇവിടെ കിട്ടുന്നത്. ചെണ്ടമുറിയൻ കപ്പ വേവിക്കാവുന്ന രീതിയിലാണ് അത് നമ്മൾ മേടിക്കുന്നത്. അത് കഴിഞ്ഞത് നമ്മൾ ഞുറുക്കി പച്ചക്കപ്പ കൊത്തി ഞുറുക്കൻ കപ്പയായിട്ട് വേവിക്കാം. ഇത് നാട്ടിൽ നിന്ന് എൻ്റെ അമ്മ എനിക്ക് തന്നുവിട്ട ഉണക്കമുളകാണ് കേട്ടോ. ഇപ്പം അസിസ്റ്റൻ്റ് ഇവിടെ അടുക്കള എൻ്റെ കൂട്ടത്തിൽ കൂടിയിട്ടുണ്ട്. മുളക് അരയ്ക്കാനും ഒക്കെ വലിയ ഇഷ്ടമാണ്. അങ്ങനെ നമ്മുടെ കപ്പയും റെഡിയായി. കൂടത്തിൽ കുറച്ച് പൊറോട്ടയും കൂടി എടുത്ത് വെക്കുക. ചിലപ്പോൾ കുട്ടികൾ കപ്പ തിന്നില്ലെങ്കിൽ പൊറോട്ടയും കൂടി ഇരിക്കട്ടെ എന്നോർത്തു. കപ്പയുള്ളപ്പം കട്ടൻ കാപ്പി ഇല്ലെങ്കിൽ എങ്ങനെയാണെന്ന് ഓർത്ത് കുറച്ച് കട്ടൻ കാപ്പിയും കൂടി തിളപ്പിച്ചു. നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന നല്ല മണമുള്ള കട്ടൻ കാപ്പിയാണ് കേട്ടോ അത്. അപ്പോൾ 6 മണിയായി. സാധാരണ 6 മണിക്കാണ് ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്നത്. എല്ലാവരും വരാൻ നോക്കിയിരിക്കുകയാണ്. അപ്പോഴേക്കും പ്ലേറ്റൊക്കെ എടുത്ത് വെച്ച് റെഡിയായി.
അങ്ങനെ വൈകിട്ടത്തെ ഭക്ഷണം കഴിപ്പൊക്കെ കഴിഞ്ഞു. വൈകിട്ടത്തെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഫാമിലി എല്ലാവരും കൂടെ ഒരുമിച്ച് കൂടുന്ന ഒരു സ്ഥലമാണ് ഇവിടെ. ലിവിങ് റൂമിൽ കുട്ടികളുടെ ഭാഷയിൽ പറഞ്ഞാൽ ഫാമിലി ടൈം, അതായത് സന്ധ്യാപ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് നേരം വർത്തമാനം പറഞ്ഞ് ഇരിക്കും. ചിലപ്പോൾ എല്ലാവരും കാണും, ചിലപ്പോൾ എല്ലാവരും കാണില്ല. ഉള്ളവരെല്ലാവരും കൂടെ ഇവിടെ ഒന്ന് കുറച്ച് നേരത്തേക്ക് അന്നത്തെ കാര്യങ്ങളും വിശേഷങ്ങളും ഒക്കെ പറഞ്ഞ് ഇരിക്കുക. അപ്പോൾ എല്ലാവരും അവരവരുടെ പണികളിലേക്ക് പോയി. എനിക്കുമുണ്ട് കിച്ചണിൽ കുറച്ചുകൂടി പണി ബാക്കി. പാത്രങ്ങളെല്ലാം ഒന്ന് കഴുകാൻ വെക്കണം. വലിയ പാത്രങ്ങളൊക്കെ കൈകൊണ്ട് തന്നെ കഴുകി തുടച്ചെടുത്ത് വെക്കാറാണ് പതിവ്. Essen und dann noch ein Mandala, Rose, Bauernhof, halten, Kuh, Kopf. അപ്പോൾ കുഞ്ഞുങ്ങളെല്ലാവരും അവരവരുടെ ലോകത്തിലേക്ക് മാറി. അവർക്ക് ഗുഡ് നൈറ്റ് പറഞ്ഞ് ഞാൻ എൻ്റെ ലോകത്തിലേക്കും മാറുവാണ്. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്കും അങ്ങനെ തന്നെ ആയിരുന്നോ എന്നറിയാൻ വലിയ താല്പര്യമുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കുമല്ലോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ദിവസത്തെ എല്ലാ അനുഗ്രഹങ്ങൾക്കും സർവശക്തനായ ദൈവത്തോട് നന്ദി പറഞ്ഞുകൊണ്ടും നാളത്തെ പുത്തൻ പുലരിക്കായി പ്രാർത്ഥിച്ചുകൊണ്ടും ഞങ്ങൾ ഉറങ്ങാനായി പോകുന്നു കേട്ടോ. ബൈ. തന്ന നന്മകൾക്കൊക്കെയുമായി നിന്നാഗ്രഹത്തിനെതിരായി